നമസ്കാരം. സംസ്ഥാനത്തെ നടുക്കിയ അനധികൃത വൃക്ക കച്ചവട കേസിലെ മുഖ്യപ്രതി കാസർഗോഡ് മേൽപ്പറമ്പ് സ്വദേശിയായ മുഹമ്മദ് നജീബിന്റെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രം ഏറെ ഞെട്ടിക്കുന്നതാണ്. കേരളത്തെയും കർണാടകയെയും ഒരുപോലെ വിറപ്പിച്ച കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ കാലിയ റഫീഖിന്റെ വധക്കേസിലെ പ്രതിയായിരുന്നു ഇയാൾ. കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, കൊട്ടേഷൻ, ഭവനഭേദനം തുടങ്ങി 45ഓളം കേസുകളിൽ പ്രതിയായിരുന്ന കാലിയ റഫീഖ് കൊല്ലപ്പെട്ട കേസിൽ 6ാം പ്രതിയായിരുന്നു നിലവിൽ അവയവക്കടത്തിന് പിടിയിലായ നജീബ്. 2017 ഫെബ്രുവരി 14-നാണ് മംഗളൂരു ഉള്ളാൾ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കോട്ടേക്കർ ഹൈവേയിൽ വെച്ച് കാലിയ റഫീഖ് അതിക്രൂരമായി കൊല്ലപ്പെടുന്നത്. ജയിൽ മോചിതനായി ദിവസങ്ങൾക്കുള്ളിലായിരുന്നു ഈ സംഭവം. അന്ന് കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് റഫീഖ് യാത്ര ചെയ്തിരുന്ന കാർ ഓടിച്ചിരുന്നത് കൽനാട് സ്വദേശിയായ മുഹമ്മദ് നജീബായിരുന്നു. ഉള്ളാടിനടുത്തുള്ള പെട്രോൾ പമ്പിന് മുന്നിലെത്തിയപ്പോൾ എതിർദിശയിൽ നിന്ന് തെറ്റായ രീതിയിൽ വന്ന ഒരു ലോറി നജീബ് ഓടിച്ചിരുന്ന കാറിൽ ബോധപൂർവ്വം ഇടിച്ചു. അപകടം മണത്ത റഫീഖ് കാറിൽ നിന്ന് പുറത്തിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഉടൻ തന്നെ മറ്റൊരു കാറിലെത്തിയ 4-അംഗ സംഘം റഫീഖിന് നേരെ വെടിയുതിർക്കുകയും തുടർന്ന് വെട്ടിക്കൊല്ലുകയുമായിരുന്നു. സംഭവസ്ഥലത്തുണ്ടായിരുന്ന ഫിറോസ് എന്നയാളുടെ മൊഴിയാണ് നജീബിനെ കുടുക്കിയത്. അക്രമികൾക്ക് റഫീഖിനെ കൊലപ്പെടുത്താൻ സൗകര്യപ്രദമായ രീതിയിൽ നജീബ് പെട്രോൾ പമ്പിന് സമീപം കാർ നിർത്തിയിട്ടു എന്നായിരുന്നു പ്രധാന ആരോപണം. റഫീഖിനെ വെട്ടിവീഴ്ത്തിയ ശേഷം നജീബ് ഓടിക്കയറിയത് കൊലപാതകികൾ എത്തിയ കാറിലാണെന്നും മൊഴികളിലുണ്ടായിരുന്നു. കൊലപാതകത്തിന് പിന്നാലെ ഒളിവിൽ പോയ നജീബിനെ 2.5 വർഷത്തിന് ശേഷമാണ് പോലീസ് പിടികൂടിയത്. മുംബൈ, ബംഗളൂരു, എറണാകുളം തുടങ്ങിയ നഗരങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന നജീബ് താനൊരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആണെന്നും രോഗിയാണെന്നുമുള്ള വാദങ്ങൾ നിരത്തിയാണ് പിന്നീട് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടിയത്. ഏറെ കോളിളക്കമുണ്ടാക്കിയ ഈ കേസിൽ വിചാരണ വേളയിൽ സാക്ഷികൾ കൂട്ടത്തോടെ കൂറുമാറി. പ്രോസിക്യൂഷന് മതിയായ തെളിവുകൾ ഹാജരാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ 2024 സെപ്റ്റംബറിൽ മംഗളൂരു അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി നജീബ് ഉൾപ്പെടെയുള്ള 4 പ്രതികളെ വെറുതെ വിട്ടു. 1-ാം പ്രതി നൂർ അലി, 2-ാം പ്രതി യൂസഫ് ഷിയാദ്, 5-ാം പ്രതി TS റഷീദ് എന്നിവരായിരുന്നു നജീബിനൊപ്പം വിട്ടയക്കപ്പെട്ട മറ്റുള്ളവർ. കാലിയ റഫീഖ് വധക്കേസിൽ നിന്ന് കുറ്റവിമുക്തനായ നജീബ് തുടർന്ന് എറണാകുളം കേന്ദ്രീകരിച്ച് വൻ അവയവ കച്ചവട ശൃംഖലയുടെ ഭാഗമാകുകയായിരുന്നുവെന്നാണ് നിലവിലെ കണ്ടെത്തൽ. വ്യാജരേഖകൾ ചമച്ച് അവയവ കൈമാറ്റം നടത്തിയതിന് 9ഓളം പേരാണ് നജീബിനൊപ്പം അറസ്റ്റിലായിട്ടുള്ളത്. എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ പ്രവർത്തനം. കൊലപാതകം ഉൾപ്പെടെ 12ഓളം കേസുകളിൽ ഇയാൾ ഇതിനോടകം തന്നെ പ്രതിയായിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ ഈ മാഫിയയുടെ കൂടുതൽ വേരുകൾ പുറത്തുവരുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി KS സുദർശന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നജീബിനെയും സംഘത്തെയും പിടികൂടിയത്. വ്യാജരേഖ ചമച്ചതുമായി ബന്ധപ്പെട്ട് മറ്റ് 9ഓളം പേരും പിടിയിലായിട്ടുണ്ട്. മെഡിക്കൽ പ്രതിനിധിയായി ജോലി നോക്കുന്നതിനിടയിലാണ് നജീബ് ഇത്തരം മാഫിയ പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞതെന്നാണ് സൂചന. കാസർഗോഡ് മേൽപ്പറമ്പ് സ്വദേശിയായ നജീബ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കുടുംബത്തിൽ നിന്ന് അകന്ന് താമസിച്ചു വരികയായിരുന്നു. മോഷണക്കേസ് ഉൾപ്പെടെ മറ്റു കേസുകളിലും പ്രതിയായിട്ടുള്ള ഇയാൾ നിലവിൽ കളനാട് വില്ലേജിലാണ് താമസിച്ചിരുന്നത്. സംസ്ഥാനത്താകെ ചർച്ചയായ കേസിൽ നിർണായക വഴിത്തിരിവാണ് നജീബിന്റെ അറസ്റ്റിലൂടെ വിലയിരുത്തപ്പെടുന്നത്. ഒളിവിലായിരുന്ന നജീബിനെ ഡൽഹിയിലെ ഗാസിയാബാദിൽ നിന്നാണ് എറണാകുളം റൂറൽ പോലീസ് പിടികൂടുന്നത്. എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച മാഫിയയ്ക്ക് വിവിധ ജില്ലകളിൽ ശൃംഖലകളുണ്ടെന്ന് പോലീസ് പറയുന്നു. ഏജന്റുമാർ വഴി അവയവദാനത്തിനുള്ള ആളുകളെ കണ്ടെത്തിയിരുന്നത് നജീബായിരുന്നുവെന്നും പോലീസ് പറയുന്നു. കല്ലത്രാസ് മെഡിക്കൽ ടൂറിസം എന്ന വെബ്സൈറ്റ് വഴിയാണ് അനധികൃത വൃക്ക ഇടപാടുകൾ ഏകോപിച്ചിരുന്നതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ലക്ഷ്യമിട്ട് അവയവദാനത്തിന്റെ പേരിൽ വലയിലാക്കി ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഇടപാടുകൾ നടത്തിയതായും പോലീസ് കണ്ടെത്തി. ഇതിനു മുമ്പ് കേസിൽ കുന്നത്തനാട് സ്വദേശിയും സൺ കമ്മ്യൂണിക്കേഷൻസ് ഉടമയുമായ സണ്ണി വർഗീസിനെയും ഭാര്യ സിനി വർഗീസിനെയും അറസ്റ്റ് ചെയ്തിരുന്നു. നജീബിന്റെ ഭാര്യ റഷീദ ഉൾപ്പെടെ 6 പേർ ഇതിനകം തന്നെ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. പ്രതികളുടെ സ്ഥാപനങ്ങളിലും താമസ സ്ഥലങ്ങളിലും നടത്തിയ റെയ്ഡിൽ അന്വേഷണ സംഘം ഞെട്ടിക്കുന്ന തെളിവുകൾ കണ്ടെത്തിയിരുന്നു. MP-മാരുടെയും MLA-മാരുടെയും ജഡ്ജിമാരുടെയും പേരിൽ തയ്യാറാക്കിയ വ്യാജ ശുപാർശ കത്തുകൾ, സ്വകാര്യ ആശുപത്രികളുടെ ബ്ലാങ്ക് ലെറ്റർ പാഡുകൾ, വ്യാജ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ, മെഡിക്കൽ ലാബ് രേഖകൾ എന്നിവയാണ് പിടിച്ചെടുത്തത്. കുന്നത്തുനാട്ടിലെയും പള്ളിക്കരയിലെയും കമ്പ്യൂട്ടർ സെന്ററുകൾ വഴിയാണ് ഈ രേഖകൾ തയ്യാറാക്കിയതെന്നും പോലീസ് കണ്ടെത്തി. ആശുപത്രികളുടെ സീലുകളും ഒപ്പുകളും ഡോക്ടർമാരുടെ അറിവോടെയാണോ ദുരുപയോഗം ചെയ്തതെന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. പ്രതികൾ തമ്മിൽ നടന്ന വാട്സപ്പ് സന്ദേശങ്ങൾ, ഓഡിയോ ക്ലിപ്പുകൾ, സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ എന്നിവയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ചാരിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്ന ചില പ്രമുഖരുടെ പങ്ക് പോലീസ് പരിശോധിക്കുന്നതായി സൂചനയുണ്ട്. ചാരിറ്റി മേഖലയിൽ നടന്ന പല ഇടപാടുകളിലും ഇയാൾക്ക് പങ്കുണ്ടെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. അന്വേഷണത്തിൽ പുറത്തുവന്ന വിവരങ്ങൾ പ്രകാരം 20 ലക്ഷം രൂപയ്ക്ക് നടന്ന ഒരു വൃക്ക ഇടപാടിൽ അവയവം നൽകിയ വ്യക്തിക്ക് ലഭിച്ചത് വെറും 9 ലക്ഷം രൂപ മാത്രമാണെന്നാണ് കണ്ടെത്തൽ. ചില ഇടപാടുകളിൽ 50 ലക്ഷത്തിനും 80 ലക്ഷത്തിനും മുകളിലായിരുന്നുവെന്നും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അവയവദാനത്തിന്റെ മറവിൽ വലിയ രീതിയിലുള്ള അവയവ കൊള്ളയാണ് നജീബ് സംഘം നടത്തിയിരുന്നത്. സംസ്ഥാനത്തിന് പുറത്തേക്കും രാജ്യാന്തര ബന്ധങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം. കേസിൽ കൂടുതൽ അറസ്റ്റുകളും നിർണായക വെളിപ്പെടുത്തലുകളും ഉടൻ ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന.